സ്പോർട്സ് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് ഉണ്ട് കേട്ടോ. ഈ സ്പോർട്സ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ബിടെക് ലെവലിൽ ഈ കോഴ്സ് തപ്പി നടക്കാതിരിക്കുന്നതാണ് നല്ലത്. എംടെക് ലെവലിൽ ഇതെടുക്കുക. അപ്പോൾ നമുക്ക് ബാച്ചിലർ ലെവലിൽ ഈവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്താൽ പോലും നമുക്ക് സ്പോർട്സ് എഞ്ചിനീയറിംഗ് എംടെക് ലെവലിൽ എടുക്കാൻ സാധിക്കും. അത് ഇന്ത്യയിൽ തന്നെ അവൈലബിളുമാണ്. പിന്നെ ചില സ്ഥാപനങ്ങൾ ഈ ബയോ മെക്കാനിക്സിന്റെ എഞ്ചിനീയറിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറില്ലേ, അതിലും നമ്മൾ സിലബസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി അവിടെയും കയറി വരും. സ്പോർട്സ് എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യുക? ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അറിയാം, ഒരുപാട് സ്പോർട്സ് വെയറബിൾ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അപ്പോൾ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവർ, പിന്നെ ഈ സ്പോർട്സിൻ്റെ ഗ്രൗണ്ടൊക്കെ ഇല്ലേ, ഇതൊക്കെ സെറ്റ് ചെയ്യുന്നിടത്ത് ഒരു അത്ലറ്റിൻ്റെ പെർഫോമൻസും അവർ ഉപയോഗിക്കുന്ന ഗ്രൗണ്ടും തമ്മിൽ വല്ലാത്ത റിലേഷൻ ഉണ്ട്. ഇതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇതെല്ലാം ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഏതൊരു മേഖല എന്ന് വെച്ചാൽ ആ സ്പോർട്സിൻ്റെ മേഖലയിൽ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെയറബിൾ എന്ന് പറയുന്ന ഒരു സാധനം, അത് വേറെ തന്നെ ഒരു മേഖലയാണ്. വേറെ നമ്മൾ അതിൻ്റെ ഗ്രൗണ്ട് സെറ്റിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് വേറൊരു ഡിഫറെൻറ്റ് മേഖലയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏത് മേഖലയിലേക്കാണോ ജോലിയിലേക്ക് പ്രവേശിക്കുക അവിടെ നിന്നുകൊണ്ടായിരിക്കും നമ്മുടെ ഫർദർ വളർച്ച ഉണ്ടാവുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.